ഹായ് ഓൾ, KPS വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ശ്രുതി ലാപ്ടോപ്പിൽ എന്തൊക്കെയോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ശ്രുതി ഒരു ട്രേയിൽ ചായയും കൊണ്ട് വന്നിട്ട് പറയാണ്, ശ്രുതി, ഇത് ജോലി എടുക്കുമ്പോഴേ എനർജി വേണം. അമ്മ നിനക്ക് വെജിറ്റബിൾ ജ്യൂസും തന്നു വിട്ടിട്ടുണ്ട്, അവിടെ വെച്ചേക്ക്. ഇതേ നല്ല ചൂടുണ്ട്, ഇപ്പം കുടിച്ചാൽ നല്ല ടേസ്റ്റോടെ കുടിക്കാം. അല്ല, എന്താ ലാപ്ടോപ്പിൽ കുറേ സമയം ആയല്ലോ. ഞാനേ അക്കൗണ്ട് നോക്കുക, പാർലറിന് വേണ്ടി കുറേ ക്യാഷ് ചിലവായി. അടുത്ത മാസം കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യണം. ദേ അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്താലേ നമുക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ പറ്റൂ. ഫിനാൻഷ്യർക്ക് പൈസ കൊടുക്കണ്ടേ? ക്യാഷ് കൺട്രോൾ ചെയ്തേ പറ്റൂ. നീ എന്തിനാ അവരെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നത്? അതിൻ്റെ പൈസയൊക്കെ അമ്മ കൊടുത്തോളും. ഇപ്പം നിൻ്റെ ശ്രദ്ധ ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള കാര്യം മാത്രമായിരിക്കണം. കേരളത്തിലൊരു 10 ബ്രാഞ്ചെങ്കിലും നമുക്ക് തുടങ്ങാൻ പറ്റണം. അതിനിടയിലാണ് ഒരു മുതലും പലിശയും. നീ അതൊക്കെ അങ്ങ് വിട്ടേക്ക്, അതൊക്കെ അമ്മ നോക്കിക്കോളും. നീ പെട്ടെന്ന് ജ്യൂസ് കുടിക്ക്, അത് തണുത്തു പോകും. സൂപ്പ് കുടിക്ക്. ഇത് ആൻറ്റി ഉണ്ടാക്കിയതാണല്ലേ? അതെ, അത് മനസ്സിലാവുന്നുണ്ട്. രേവതി ഉണ്ടാക്കുന്ന സൂപ്പിന് ഇതിനേക്കാൾ ടേസ്റ്റാണ് അല്ലേ? അപ്പോൾ ഇത് നിനക്ക് ഇഷ്ടമായില്ലേ? ഇഷ്ടമായില്ല എന്നല്ല പറഞ്ഞത്. രേവതിയുടെ കുക്കിംഗ് ഇതിനേക്കാൾ നല്ലതാണ് എന്നാണ് പറഞ്ഞത്. അവളുടെ ചിലപ്പോഴുള്ള നോട്ടവും സംസാരമൊന്നും എനിക്ക് പിടിക്കാറില്ല. എന്ന് കരുതി അവളുടെ കുക്കിംഗ് സൂപ്പറാണ് എന്ന് പറയാതിരിക്കാൻ എനിക്ക് വയ്യ. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. നീ അവളെ ഇങ്ങനെ പുകയത്തൊന്നും വേണ്ട. അല്ല, കുക്കിങ്ങിൻ്റെ കാര്യം വിട്. മറ്റേത് കാര്യത്തിലും അവൾ നിൻ്റെ 7 അയലത്ത് പോലും വരില്ല. നീ മാസല്ലേ? മാസോ? അതെ, മാസ് ഓഫ് ഓൾ സബ്ജക്ട്സ്. മേക്കപ്പ്, ഒഴിച്ചിൽ, പിഴിച്ചിൽ, ഡാൻസ് എന്ന് വേണ്ടുന്ന പലതും. കൂടാതെ നിനക്കറിയാൻ പാടില്ലാത്ത വേറെ എന്തുണ്ട്? നിൻ്റെ മുമ്പിൽ നിൽക്കാൻ പോലും യോഗ്യതയില്ല അവൾക്ക്. അവൾ നന്നായി പാചകം ചെയ്യുന്നുണ്ട്, അത് അംഗീകരിച്ചേ പറ്റൂ. നീ ഇതൊന്നും അവളുടെ മുന്നിൽ വെച്ച് പറയരുത്, അവളങ്ങ് പൊങ്ങിപ്പോവും. പിന്നെ അവളുമായിട്ട് എപ്പോഴും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം കേട്ടോ. സൂപ്പ് കുടിക്ക്. ഇത് ഭയങ്കര സ്പൈസിയാ. ഇങ്ങനെ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ഇത് തന്നെയല്ലേ ശ്രുതിയുടെ കയ്യിലുള്ളത്. ഈ ടേസ്റ്റ് തന്നെയല്ലേ അതിനും. നീങ്ങത്താ. അവൻ അത് വാങ്ങി കുടിച്ചിട്ട് പറയാണ്, വാവ്, എനിക്ക് നല്ല സ്വീറ്റായിട്ടാണ് തോന്നുന്നത്. സ്വീറ്റോ? നീ കഴിച്ചതിൻ്റെ ബാക്കി കഴിച്ചതുകൊണ്ടായിരിക്കാം മധുരം. അപ്പോഴേക്കും സച്ചിയും രേവതിയും അവിടെ എത്തി. അപ്പോൾ ചന്ദ്ര പുറത്ത് തന്നെ വന്നിട്ട് നോക്കുന്നുണ്ട്. സച്ചി വണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ അവരെയാണ് കാണുന്നത്. സച്ചി അപ്പുറത്തെ ഭാഗത്ത് പോയിട്ട് അവളെ താങ്ങി പിടിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. അത് കണ്ടിട്ട് ചന്ദ്ര അങ്ങനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ സച്ചി അവരെ തന്നെ നോക്കുന്നുണ്ട്. ശേഷം ഉള്ളോട്ടേക്ക് വലിഞ്ഞ് എന്നിട്ട് സച്ചി പറയാണ്, നിങ്ങളെന്താ അവളെ പറഞ്ഞേ? ഞാനെന്ത് പറഞ്ഞു? അതാ ഞാൻ ചോദിക്കുന്നേ, എന്താ പറഞ്ഞേ? എന്താ ചെയ്തേ? അമ്മ എന്തോ ഇവളെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞേ? അപ്പോഴേക്കും ശ്രുതിയും താഴേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ ശ്രുതി പറയാണ്, എന്താ അമ്മേ, ഇവനെന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഇവനെ ദേഷ്യപ്പെടാൻ പ്രത്യേകം എന്തെങ്കിലും കാരണം വേണോടാ? ശ്രുതി അവൻ്റെ കയ്യിൽ തട്ടിയിട്ട് പറയാണ്, എടാ എന്താ നിൻ്റെ പ്രശ്നം? നിന്നോട് ഞാൻ സംസാരിക്കാൻ വന്നോ? എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കരുത്. നീ വായടച്ച് മിണ്ടാതിരുന്നോളണം. നിങ്ങൾ എന്താ ഇവളെ കാണിച്ചേ? അപ്പോൾ ശ്രുതി ഇടയ്ക്ക് കയറി പറയാണ്, അവളാകെ ഡള്ളായിരിക്കുകയാണല്ലോ ആൻറ്റി, എന്താ പറ്റിയത്? എനിക്കറിയില്ല മോളെ. അല്ല, മോളെന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നേ? നിങ്ങൾക്കറിയാം ഇവിടെ എന്തോ നടന്നിട്ടുണ്ട്. എന്താണെന്ന് പറയാം. ഇവിടെ എന്താ നടന്നത്? ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. അവളുടെ വാക്ക് കേട്ട് എൻ്റെ മേക്കിട്ട് കയറാൻ വരല്ലേ? അമ്മയോട് ചോദിക്കാമെന്ന് പറഞ്ഞ് ഭർത്താവിനെ തള്ളി വിട്ടിരിക്കുക അല്ലേ? നീ എന്ത് കള്ളക്കഥയാടി ഇവനോട് പറഞ്ഞു കൊടുത്തത്? അവൾ ശബ്ദം താഴ്ത്തി പറയാണ്, ഞാനൊന്നും പറഞ്ഞിട്ടില്ല അമ്മേ. അപ്പോൾ അവൻ പറയാണ്, നിങ്ങളെന്തിനാ അവളോട് ചോദിക്കുന്നേ? അവളൊന്നും പറഞ്ഞില്ലാത്രേ. പിന്നെ എന്തിനാടാ എന്ത് പറഞ്ഞു എന്ത് ചെയ്തു എന്നൊക്കെ എന്നോട് വന്ന് ചോദിക്കുന്നേ? ഇവളുടെ മനസ്സ് വിഷമിച്ചിട്ടുണ്ട്. ഇവളെ കരയിപ്പിക്കുന്നതാണല്ലോ നിങ്ങളുടെ സന്തോഷം. നിങ്ങളെന്തോ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാ. ഊഹം വെച്ചിട്ട് എൻ്റെ അടുത്ത് കയറാൻ വരേ? നിൻ്റെ ഭാര്യയോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. മനുഷ്യന്മാരാരെങ്കിലും സംസാരിക്കുക ഇവളോട്? അതിന് നിങ്ങൾ മനുഷ്യ സ്ത്രീയാണോ? അപ്പോൾ ശ്രുതിയെടുത്ത് പോയിട്ട് പറയാണ്, എടാ നീ എന്തെങ്കിലും പറഞ്ഞു ഇവളെ? ഞാൻ പറയാനോ? ഞാനെന്ത് പറയാനാ? നമ്മളെല്ലാവരും ദിവസം അവളെ അതും ഇതൊക്കെ പറയും. ഇവ മാത്രം ദിവസം അവളെ കൊഞ്ചിക്കും. ചന്ദ്ര പറയാ. സംസാരം കേട്ടാൽ തോന്നും ഇന്നേ വരെ നീ അവളെ ഒന്നും പറഞ്ഞിട്ടില്ലാന്ന്. 2-3 ദിവസം മുമ്പ് ഞങ്ങളെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നീ അവളെ എന്തൊക്കെയാ പറഞ്ഞത്?
വീട്ടിൽ പോയി നിൽക്കാൻ നീ പറഞ്ഞില്ലേ? ഇവളുടെ തലമണ്ട അടിച്ച് പൊട്ടിക്കാൻ നീ നോക്കിയില്ലേ? ഇപ്പം ഇതേ ഒരു മാന്യം വന്നിരിക്കുന്നു. നമ്മളെല്ലാം ഇവളുടെ മനസ്സ് വിഷമിപ്പിക്കുന്നവർ. ഇവൻ കണ്ണിലെ കൃഷ്ണമണി പോലെ ഇവളെ സംരക്ഷിക്കുന്നവൻ. ഒന്ന് പോടാ. എന്തായാലും നീ കരയിപ്പിച്ച അത്രയും ഞങ്ങളാരും ഇവളെ കരയിപ്പിച്ചിട്ടില്ല. അവൻ അവളെ പോയി കെട്ടിപ്പിടിച്ചിട്ട് പറയാണ്, ഞാൻ ഇവളെ എന്തും പറയും, ഇവളെന്നെയും. അത് ഞങ്ങൾക്കിടയിലുള്ള വിഷയമാണ്. അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾ ഇവളെ എന്തെങ്കിലും പറഞ്ഞാൽ, എന്തെങ്കിലും ചെയ്താൽ ഞാനത് ചോദിച്ചിരിക്കും. ഇവളുടെ മനസ്സ് വേദനിപ്പിച്ചാൽ ഞാനത് ചോദിച്ചിരിക്കും. അതാരായാലും ശരി. ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ വേണ്ട രീതിയിൽ പറഞ്ഞതാ, രേവതിയെ വിഷമിപ്പിക്കരുത്, അപമാനിക്കരുത് എന്ന്. നിങ്ങളത് മറന്നോ? വേണ്ട. സച്ചിയെ നിങ്ങൾക്കറിയാലോ. ഒരാവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇവളെ എനിക്ക് അറിയിപ്പിച്ചാലുണ്ടല്ലോ, പിന്നെ നിന്റെ ഭാര്യയെ കരയിപ്പിക്കുന്നതാണല്ലോ ഞങ്ങളുടെ ജോലി. നമുക്ക് വേറെ ജോലിയൊന്നുമില്ലല്ലോ. ഒന്ന് പോടാ. എന്നിട്ട് ആ തള്ള പറയാണ്, ശ്രുതി, മോൾക്ക് പുറത്തു പോകണം, എന്തൊക്കെയോ വാങ്ങണം എന്ന് പറഞ്ഞില്ലേ മോള്? നമുക്ക് പോകാം, പെട്ടെന്ന് റെഡിയാകും. അവരെ ഡ്രസ്സ് മാറ്റാൻ വേണ്ടി മുകളിലേക്ക് വിട്ട് അവരകത്തേക്ക് പോവുകയാണ്. അപ്പോൾ സച്ചി പറയാണ്, നൈസായിട്ട് ഊരിപ്പോവാണല്ലേ? സമ്മതിച്ചിരിക്കുന്നു. ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ, എന്താ നടന്നത് ഞാൻ അറിയും. അപ്പം പറഞ്ഞു തരാം. നീ എന്ത് തരാനാടാ? അതിന് ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഒന്നും പറഞ്ഞിട്ടില്ലല്ലേ? അവൻ നല്ല ചൂടാവുകയാണ്. അപ്പോൾ രേവതി പറയാണ്, വാ പോവാം. കുറച്ച് നടന്നപ്പോൾ തന്നെ അവൾ വീഴാൻ പോയി. ആ സമയത്ത് സച്ചി കയറി പിടിച്ചു. പിന്നെ സച്ചി കെട്ടിപ്പിടിച്ചിട്ടാണ് മുകളിലേക്ക് കയറ്റിയത്. റൂമിൽ കൊണ്ടുപോയി കട്ടിലിരുത്തി രേവതിയെ. എന്നിട്ട് സച്ചി, വാ ഇവിടെ ഇരിക്കുക എന്ന് പറയാം. അവൻ കതകടച്ച് കുറ്റിയിട്ടു. എന്നിട്ട് പറയാണ്, രേവതി, ഇനിയെങ്കിലും പറ, എന്താ നടന്നത്? അമ്മ എന്താ പറഞ്ഞത്? എന്തെങ്കിലും ഒന്ന് പറ രേവതി. ഒന്നും നടന്നിട്ടില്ല. നിങ്ങൾക്ക് ജോലിക്ക് പോകണ്ടേ? ചെല്ല്. പിന്നെ അവൻ അടുത്ത് പോയിരുന്നിട്ട് പറയാണ്, രേവതി, നീ എന്തിനാ ഭയക്കുന്നേ? എന്താ നടന്നത്? സത്യം പറയും. ഭയമൊന്നുമില്ല, ഇവിടെ ഒന്നും നടന്നിട്ടുമില്ല, അവരൊന്നും പറഞ്ഞിട്ടുമില്ല. എനിക്കെന്താണെന്നറിയില്ല, മനസ്സ് ശരിയില്ല, എന്തോ പോലെ. അതാ ഞാൻ ക്ഷേത്രത്തിൽ പോയത്. അവൾ കരഞ്ഞുകൊണ്ട് മുഖം തുടച്ച് അവിടെ എണീച്ച്. അപ്പോൾ സച്ചി പറയാണ്, നിൽക്ക്, കള്ളം പറയാൻ നിൽക്കണ്ട. അമ്മ നിന്നെ എന്തോ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നാ ചോദിച്ചത്? എന്താ പറഞ്ഞത്? അപ്പോഴാണ് സച്ചിയുടെ ഫോൺ റിങ് അടിച്ചത്. ഹലോ സാർ. പറയൂ സാർ. വീട്ടിലാണ് ഉള്ളത്. എവിടെയാണ് സാർ പോകേണ്ടത്? ശരി സാർ, ഞാൻ വരാം, ഒരു 5 മിനിറ്റ്. നീ പറയില്ല അല്ലേ? ഓട്ടം വിളിച്ചതല്ലേ, നിങ്ങൾ പോയിട്ട് വാ. ശരി. നീ ആകെ മുഷിഞ്ഞിരിക്കുക. ഈ ഡ്രസ്സൊക്കെ മാറ്റി ഭക്ഷണം കഴിക്കേ. ഞാൻ പോയിട്ട് വരാം. അവൻ പോയി കഴിഞ്ഞപ്പോൾ അവൾ കട്ടിലിരുന്നിട്ട് കരയാണ്. പിന്നെ കാണിക്കുന്നത് ചന്ദ്രയാണ്. ചന്ദ്രയും ശ്രുതിയും ഒക്കെ പോകാൻ ഇറങ്ങിയിട്ടാണുള്ളത്. അപ്പോൾ ചന്ദ്ര മേശ തുറന്ന് ക്യാഷൊക്കെ എടുത്തു വെക്കുന്നുണ്ട്. അമ്മ എന്ത് വാങ്ങാനാണ് പോകുന്നേ? ഫിനാൻഷ്യർക്ക് പലിശ കാശ് കൊടുക്കാൻ പോവുക. അത് അവരുടെ മുമ്പിൽ വെച്ച് പറയാൻ പറ്റുമോ? അതാ അങ്ങനെ പറഞ്ഞ അവിടുന്ന്. അതായിരുന്നോ? അപ്പോൾ ചന്ദ്ര പറയാണ്, ഞാനും ശ്രുതിയും പോയിട്ട് വരാം. ശ്രുതി, ഞാനും കൂടി വരട്ടെ? അല്ല, ശ്രുതിക്ക് ഓഫീസ് പോകണ്ടേ? അത് കുഴപ്പമില്ല, ഇന്നൊരു ദിവസത്തേക്ക് വേണമെങ്കിൽ ലീവ് എടുക്കാം. അപ്പോൾ ശ്രുതി പറയാണ്, അത് വേണ്ട, ശ്രുതി ഒരു ജോലിക്ക് പോകാൻ വേണ്ടി പോകുന്നതാ, അപ്പോൾ ഇന്ന് ലീവ് എടുക്കണ്ട. ശ്രുതി ചെല്ല്, ഞങ്ങൾ പോയിട്ട് വരാം. ശരി എന്നാൽ. ആൻറ്റി, നിന്ന് സമയം കളയണ്ട, നമുക്ക് പോയിട്ട് വരാം. അതാ നല്ലത്. കാരണം ചോദിച്ചിട്ട് ഓരോന്ന് വരും. സച്ചി പുറത്തുനിന്ന് കാർ തുടക്കാണ്. അപ്പോൾ ശ്രുതിയും ചന്ദ്രയും വന്നിട്ട് പറയാണ്, ശ്രുതി, നീ ഈ കാറാണോ ബുക്ക് ചെയ്തേ? നല്ല കാറ് ബുക്ക് ചെയ്യണ്ടേ? ഈ തല്ലിപ്പൊളി കാറിൽ ഞാനും കയറില്ല. ഇതല്ല ആൻറ്റി, ഞാൻ വേറെ കാറാണ് ബുക്ക് ചെയ്തത്. അതെന്തായാലും നന്നായി. അപ്പോൾ സച്ചി അത് കേട്ടപ്പോൾ തന്നെ കാറ് തുടക്കമൊക്കെ നിർത്തിയിട്ട് കാറ് കൊടുത്തിട്ട് പോയി. അപ്പോൾ ചന്ദ്രയോട് ശ്രുതി ചോദിക്കുകയാണ്, ആൻറ്റി, രേവതിക്ക് എന്താ പറ്റിയേ? അവൾ വല്ലാതിരിക്കുന്നല്ലോ. അവളുടെ കാര്യം വിട്. ഞാനൊന്ന് പറഞ്ഞാൽ അവൾ 10 പറയും. അഹങ്കാരി. അവളുടെ കാര്യം സംസാരിക്കുന്നതേ എനിക്കിഷ്ടമല്ല. കണ്ടാൽ സുഖമില്ലാത്തതുപോലെ ഉണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ആൻറ്റി. എന്താ അസുഖമോ? അതൊക്കെ അവളെ അഭിനയാ. വീട്ടു ജോലി ചെയ്യാതിരിക്കാനുള്ള സൂത്രം. ശ്രുതി വീണ്ടും പറയാണ്, ഒന്ന് ചോദിക്കുന്നോ? അപ്പോൾ ചന്ദ്ര, ചുമ്മാതിരി അവിടെ. നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? എന്താ കാറ് വരാത്തേ? വരും ആൻറ്റി. രേവതി വേഷമൊക്കെ മാറിയിട്ടും കരയാണ് അവിടെ ഇരുന്നിട്ട്. അവൾ വീണ്ടും ഓർക്കുകയാണ്, അവൻ ചുമ്മാ നിങ്ങളുടെ വീട്ടിൽ കയറി പോവില്ല. നിന്റെ അനിയത്തി വിളിച്ചു വരുത്തിയത് അവനെ. നിന്നെ കെട്ടി ഇവിടെ കൊണ്ടുവന്നില്ലേ? ഇനി നിന്റെ അനിയത്തിയും കെട്ടി ഇവിടെ കൊണ്ടുവരണോ? അതിനുവേണ്ടി നിന്റെ അനിയത്തിയെ അവനെ വശീകരിക്കാനായിട്ട് ഇറക്കി വിട്ടതാണോ നീയും നിന്റെ അമ്മയും കൂടി? അമ്മയോട് ചോദിക്കെന്നും പറഞ്ഞ് ഭർത്താവിനെ തള്ളി വിട്ടിരിക്കുകയാണല്ലേ. നീ എന്ത് കഥയാണെടി ഇവനോട് പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞിട്ടില്ല അമ്മേ. നിന്റെ ഭാര്യയോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല.
മനുഷ്യന്മാരാരെങ്കിലും സംസാരിക്കുമോ ഇവളോട്? പിന്നെ ചന്ദ്രയും ശ്രുതിയും പോയിട്ട് വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് എന്നിട്ട് പറയാണ്, ആ ഫിനാൻസറുടെ കാശ് പറഞ്ഞു നിർത്തുന്നത് അത്ര എളുപ്പമല്ല. പെട്ടെന്ന് തീർക്കണം അങ്ങേരുടെ കടം. അതൊക്കെ തീർക്കാൻ പറ്റുമോ ആൻറ്റി? ആൻറ്റി ചുമ്മാ അതൊക്കെ ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കാതെ. എനിക്കെന്ത് വിഷമം? എൻ്റെ കൂടെയുള്ളത് മോളല്ലേ, പണക്കാരനായ ഒരു അച്ഛൻ്റെ മോള്. ശ്രുതി വല്ലാതെയായി. എന്നിട്ട് പറയാണ്, നമുക്ക് ശരിയാക്കാം ആൻറ്റി. അത് ചോദിക്കട്ടെ, ആൻറ്റിക്കെടുത്ത ഈ ഡ്രസ്സൊക്കെ ഇഷ്ടമായോ? കൂടെയുള്ളത് മോളല്ലായിരുന്നോ? പിന്നെ ഇഷ്ടമില്ലാതിരിക്കുമോ? അത്രയേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും ചില ടെൻഷൻ ഉണ്ടെങ്കിൽ ഷോപ്പിങ്ങിന് പോയാൽ മതി. അപ്പം റിലാക്സ് ആവും. എന്നാ ഫിനാൻസർ വായി തോന്നിയതൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ടെൻഷനായില്ലേ? ഷോപ്പിങ്ങിന് പോയപ്പോൾ റിലാക്സുമായി. ചന്ദ്ര ചിരിച്ചുകൊണ്ട് പറയാണ് മനസ്സിൽ, റിലാക്സ്, മനസ്സ് തിളക്കുക. അതെ, റിലാക്സായി. ശ്രുതി, അതാണ്. അല്ല, അവർ ഫിക്സഡ് പ്രൈസാണെന്ന് പറഞ്ഞിട്ടും സംസാരിച്ചു വില കുറച്ചു ആൻറ്റി. ഇതെങ്ങനെ കഴിയുന്നു ആൻറ്റി? അതാണ് മോളെ സാമർത്ഥ്യം. ഭയങ്കര സാമർത്ഥ്യം. നല്ല ടാലൻ്റ് ആൻറ്റിക്ക്. ആൻറ്റി, ഒരു സത്യം പറയട്ടെ, നിങ്ങൾ ബിസിനസ്സിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വേറെ ലെവലിലെത്തിയനെ. എനിക്ക് നല്ല കഴിവുണ്ട് മോളെ. ബിസിനസ്സൊക്കെ തുടങ്ങിയിരുന്നെങ്കിൽ എവിടെയോ എത്തിയനെ. പറഞ്ഞിട്ട് എന്ത് കാര്യം? ഈ മനുഷ്യൻ കെട്ടിക്കൊണ്ട് വന്നതോടെ തീർന്നു എൻ്റെ കഥ. വീട്ടിലായി പോയില്ലേ ഞാൻ? ആൻറ്റിയുടെ സമയദോഷം. ഒരു നല്ല ബിസിനസ്സുകാരിയാ നമ്മുടെ നാടിന് നഷ്ടമായത്. ചന്ദ്ര, ആണോ? ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? മോള് ചെന്ന് ഫ്രഷായിട്ട് വാ, ഭക്ഷണം കഴിക്കാം നമുക്ക്. ശരി ആൻറ്റി. ശ്രുതി അതും പറഞ്ഞിട്ട് പോയിട്ട് പകുതി കത്തിയിട്ട് നോക്കുക, തിരിഞ്ഞു നോക്കുക. അപ്പോൾ ചന്ദ്ര, നല്ലൊരു ബിസിനസ്സുകാരിയാണ് നഷ്ടമായത്. ശ്രുതി ഒന്ന് വാരിയതാണ് അവൾ. പിന്നെ ചന്ദ്ര അടുക്കളയിലേക്ക് പോയിരിക്കുക ഭക്ഷണം എടുത്ത് വെക്കാനായിട്ട്. ഓരോന്നും തുറന്ന് നോക്കുകയാണ്. കഴിക്കാൻ വേണ്ടി കൈയും കഴുകി ഇരിക്കാമെന്ന് വിചാരിച്ചതാ. അപ്പോൾ തുറന്ന് നോക്കുന്ന പാത്രങ്ങൾ മൊത്തം കാലിയാണ്. എല്ലാം കാലിയാണല്ലോ. സമയം എത്രയായി? ഇവളെന്നും ഭക്ഷണം ഉണ്ടാക്കിയില്ലേ? വിശക്കുന്നല്ലോ. ഇത്രയും നേരം എന്തെടുക്കായിരുന്നു ഇവള്? അവൾ കട്ടിലിൽ ചുരുണ്ട് കൂടി കിടക്കുകയാണ്. അപ്പോൾ ചന്ദ്ര വിളിച്ചുകൊണ്ട് പോവുകയാണ്, രവതി, രവതി, രവതി. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, എന്ത് പറ്റിയേണ്ടി? ഇത്രയും സമയമായിട്ട് അവൾ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അവളെ ഇന്ന് ഞാൻ ഒരുമാതിരി വിറങ്ങലടിച്ച് കിടക്കുകയാണ്. അപ്പോൾ അവളടുത്ത് വന്നിട്ട് പറയാണ്, സുഖിച്ച് കിടക്കുകയാണല്ലോ, എഴുന്നേൽക്കടി. അപ്പോഴാണ് അവൾ ചുമക്കുന്നത്. അവൾക്ക് കിടക്കാൻ കണ്ട ഒരു നേരം. ഞാനെന്താ പട്ടിണി കിടക്കണോ? നീ എന്താ ഭക്ഷണം ഉണ്ടാക്കാതിരുന്നേ? കിടന്നിടത്തുനിന്ന് ചുമച്ച് വിഷമിച്ചെണീക്കുകയാണ്. എനിക്ക് തീരെ വയ്യാമേ, നല്ല സുഖമില്ല. പെട്ടെന്നെന്താ പറ്റിയത്? ശ്രുതിയോട് പറയാം. അഭിനയിക്കുകയാണോ നീ? അവൾക്ക് സുഖമില്ലാത്തത് കണ്ടിട്ടും മനസ്സിലാവാത്തൊരമ്മച്ചി. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.